ചുരുക്കി പറയുന്നു, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് ഉയരാൻ വലിയ ശറഫുള്ള ഒന്നില്ല. സ്വലാത്ത് ഒരു നിലക്കും ഖൈബാകാത്തതാണ്. റിയാഇന് വേണ്ടി, ലോകമാനത്തിന് വേണ്ടി ഒരാൾ സ്വലാത്ത് പറഞ്ഞാൽ പോലും അല്ലാഹു ആ സ്വലാത്തിനെ അപ്പുറത്തേക്ക് മാറ്റിവെക്കില്ല, തട്ടിക്കളയില്ല. അത് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. അവിടുത്തെ ബഹുമാനം ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ആ വലിയ ബഹുമാനം നിലനിൽക്കുന്ന, സ്ഥാനം നിലനിൽക്കുന്ന തങ്ങളുമായിട്ട് ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നീങ്ങാത്ത വിഷമങ്ങളില്ല. എല്ലാ കാര്യങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. തങ്ങൾ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചൊല്ലാൻ മഹാനരായ ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നാലിലൊരു ഭാഗം പോരാ, അതിനേക്കാളും അപ്പുറം നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ മഹത്തരമാണെന്ന് പറഞ്ഞപ്പോ സ്വഹാബി അതാ ചോദ്യം ആവർത്തിക്കുന്നു, തങ്ങൾ മറുപടി ആവർത്തിക്കുന്നു. അവസാനം ചോദിച്ച സ്വഹാബി തങ്ങളോട് പറയുന്നു, എങ്കിൽ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ ഫർദായ അഅ്മാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുസമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ആ സ്വഹാബിയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു, മോനെ ഉബയ്യേ, ഖാൽ ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിനക്ക് സ്വലാത്ത് മതിയല്ലോ. ഇത് തങ്ങൾ ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മുസ്ലിം പർദ്ദയിട്ട, ഫേസ് നെറ്റ് കെട്ടി, ഹിജാബ് കെട്ടിയ മുസ്ലിം പെണ്ണ് എങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട്, കണക്കന്മാരെ സമീപിച്ചിട്ട്, മുസ്ലിം പുരുഷന്മാർ, സ്ത്രീകൾ എങ്ങനെ അവരുടെ ഹോമങ്ങളും പൂജകളും, മകളെ കല്യാണം ശരിപ്പെടാൻ, മകന്റെ ബിസിനസ്സിൽ ഉയർച്ച കിട്ടാൻ, വീടിന്റെ പണിയൊന്ന് പെട്ടെന്ന് തീരാൻ, അല്ലെങ്കിൽ അപ്പുറത്തുള്ളവനോട് ഹസദ് തോന്നിയിട്ട് അവനൊന്ന് ഖറാബാക്കാൻ മുസ്ലിം പെണ്ണ് അമ്പലങ്ങളിൽ പോയിട്ട് ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് സ്വളകങ്ങളും ഹോമങ്ങളും ഹൈന്ദവ പൂജകളും മുസ്ലിം നടത്തിയാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്. നിന്റെ അമല് പൊളിഞ്ഞു പോകുന്ന വിഷയമാണ്. നീ പിന്നെ മുസ്ലിമിന്റെ പേര് പറയരുത്. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. ഈ തോന്നിവാസങ്ങളൊക്കെ ദീനെന്താണെന്ന് അറിയില്ല, ദീനിനെ വിലവെക്കുന്നില്ല, താൽക്കാലിക കാര്യലാഭം ഉദ്ദേശിക്കുകയാണ്. ഞാൻ പറയുന്നു, അങ്ങനെ ഉദ്ദേശിക്കണ്ട. അള്ളാഹുവിന്റെ ഖുർആനെ മറികടക്കുന്ന ഒരു വിഷയവും ലോകത്തില്ല. ഖുർആൻ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം മുസ്ലിമിനില്ല. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം മുസ്ലിമിനില്ല. ഈ ഈമാൻ ഉൾക്കൊണ്ടാൽ പിന്നെ നീ എങ്ങനെ പൂജ പണി ചെയ്യാൻ പോകും? പിന്നെ എങ്ങനെ നീ ഹൈന്ദവ ഹോമം അത് നീ എങ്ങനെ ചെയ്യും? അത് മുസ്ലിമിന് പറ്റില്ല. ഇതിന്റെ ഗൗരവം നിങ്ങൾ അറിയണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയം, നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന വിഷയം, ഇതൊക്കെ ഇന്ന് നടക്കുക. നാട്ടിലൊരു പേക്കൂത്ത് നടന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ ഇന്ന് പ്രയാസം. ആലിമീങ്ങളൊക്കെ കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. മഹല്ല് ജമാഅത്തിലെ കാരണവന്മാരോട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾ അവർ അമ്പിയാക്കളുടെ ദൗത്യം ഏറ്റെടുത്തവരാണ്. അവരെ നീ കസ്റ്റഡിയിലാക്കണ്ട. ഇന്ന് പേടിയാ പലവർക്കും. ഒരു മഹല്ല് ജമാഅത്തിൽ ഒരു കല്യാണം, ഒരു മംഗലം നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ തലേ ദിവസം കാസർഗോട്ടുകാരും മൈലാഞ്ചി കല്യാണം എന്ന് പറയും. ഇതിന്റെ മുമ്പൊരു മഞ്ഞ കല്യാണം വന്നിരുന്നു. ആ സമയത്ത് ബായാർ സ്വലാത്തിൽ സകല പണക്കാരെയും ഇരുത്തിയിട്ട് ശക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദീൻ പറയാൻ ഒരാളുടെ മുഖം നോക്കേണ്ടതില്ല. പണത്തിന്റെ പിന്നിലുള്ള ഓട്ടമില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഹക്കായത് ആരെ മുമ്പിലും തുറന്നു പറയാൻ ആരെ ഭയക്കണം? ഇവിടെ റബ്ബിന്റെ ദീൻ പറയാൻ. ഒരു ദിവസം ആകാശം ഇടിഞ്ഞു വീഴും,
ഭൂമി വിണ്ടുകീറും. മൗത്ത് ഹഖാൻ, അൽ മൗത്ത് ഹഖുൻ, ഇത്തിഫാഖൻ, അതിൽ ഇഷ്കാലില്ല. സകല നിരീശ്വരവാദിയും യുക്തിവാദിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒത്തു സമ്മതിക്കുന്നു ഒരു ദിവസം മൗത്തുണ്ടെന്ന്. ഇത് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ പറയാൻ ആരെ പേടിക്കണം? എന്തെല്ലാം പേക്കൂത്തുകൾ! മഹല്ല് ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മഹല്ല് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റവന്റെയോ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, അള്ള പൊരുത്തപ്പെടാത്ത ശർഅന് വിരുദ്ധമായ വിഷയങ്ങൾ നടക്കുമ്പോൾ, മാപ്പിളപ്പാട്ടുൾപ്പെടെ ഡാൻസുകളും ഒപ്പനകളും അങ്ങനെ മ്യൂസിക് ഗാനങ്ങളും ഉൾപ്പെടെ അതിനൊപ്പിച്ച് ലഹരി ഉപയോഗിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ പേക്കൂത്തിനെതിരെ പിറ്റേ ദിവസം തൊട്ടടുത്ത ആഴ്ചയില് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം അവിടുത്തെ മഹല്ല് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഖതീബ് അല്ലെങ്കിൽ മുദരിസ് ഈ വിഷയമെന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ തന്നെ കമ്മിറ്റിക്കാര് മീറ്റിംഗ് കൂടുകയാണ്. എന്നിട്ട് നിയമം പാസാക്കിയാണ്. ഇയാളെ നമ്മൾക്ക് പറ്റൂല, നാം ശമ്പളം കൊടുക്കുന്ന, നാം ചെലവ് കൊടുക്കുന്ന ഈ മുസ്ലിയാര് നമുക്കെതിരെ ശബ്ദിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ എക്സിറ്റ് അടിക്കണം, അദ്ദേഹത്തെ ഇവിടുന്ന് ഖുറൂജ് അടിക്കണം. എടാ, ഇത് അള്ളാഹുവിന്റെ ദീന്. ഈ ദീന് നിന്റെ 10 റുപ്യന്റെ നോട്ട് കൊണ്ട് അത് ഒതുക്കേണ്ട വിഷയമല്ല. അങ്ങനെ അള്ളാന്റെ ദീനിനെ നീ ഒതുക്കിയാൽ അള്ളാഹു നിന്നെ ഒതുക്കും. നീ അത് മനസ്സിലാക്കിക്കോ. വലിയ അഹങ്കാരികളായ ധിക്കാരികളായ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔൻ ഫറോവെ ലോക ജനതയ്ക്ക് പാഠം പഠിപ്പിക്കാൻ അള്ളാഹു ബാക്കി വച്ചത് നിങ്ങൾ അറിയണം. വലിയ അഹങ്കാരികളായ ഗുസ്തിക്കാരായ മല്ലന്മാരായിരുന്നു ആദ് സമൂഹം എന്ന് പറയുന്ന കിങ്കരന്മാർ. അവർ അമ്പിയാക്കൾക്കെതിരെ തിരിഞ്ഞു. അർഹമുർറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ശക്തമായ കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് ആദ് സമൂഹത്തെ നിലം പതിപ്പിച്ചിട്ട് ആ റബ്ബിനറിയാം അഹങ്കാരികളെ ധിക്കാരികളെ എങ്ങനെ നിലക്ക് നിർത്തണം. ഇത് അവസാന കാലഘട്ടമാണ്, ഇനി കൂടുതൽ കാലമില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കണ്ട, ഒരു സിനിമയും വേണ്ട, ഒരു പട്ടുറുമാലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ടും വേണ്ട, ഒരു സീരിയലും വേണ്ട. അള്ള പൊരുത്തപ്പെടാത്ത ഒരു അനക്കവും ഒരു ചലനവും ഒരു വാക്ക് ചിന്ത ഒരു വേഷവിധാനം അത് മുസ്ലിമിന് പറ്റില്ല. അതൊക്കെ ദീനിനോട് ചെയ്യുന്ന അന്യായങ്ങളാണെന്നറിയാൻ ഈ ഉറൂസിന്റെ ഈ മഹത്തായ സദസ്സ് പ്രചോദനമാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പറയാം. ആരിഫീങ്ങളുടെ അഖ്വാലുകൾ ഓർത്തുപോവുകയാണ്. ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള സ്വാലിഹീങ്ങൾ അനുസ്മരിക്കുന്ന ഈ പരിശുദ്ധ ഉറൂസിന്റെ മഹത്തായ മജ്ലിസിൽ ആ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കലാമുകൾ, അഖ്വാലുകൾ, അവരുടെ സംസാരങ്ങൾ എന്താണ് അവർ ലോകത്തോട് പറഞ്ഞത്? ഓ ജനങ്ങളെ, അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശ്വരമാണ്, ഇത് നശിക്കുന്ന ലോകമാണ്. ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ സ്ഥാനമാനങ്ങളും വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. എല്ലാം ഇപ്പുണ്ടാകും. കുറച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ തലകറക്കം വന്നാൽ പോരെ. സാധുവായ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മലപ്പുറത്ത് എന്റെ വീട്ടിലിരിക്കുമ്പോൾ ഓരോ ദിവസവും കടന്നു വരുന്ന 10,000-കണക്കിന് ജനങ്ങളിൽ 100-കണക്കിന് ക്യാൻസർ രോഗികൾ ബായാറുള്ള സമയം. ഇന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും പള്ളിയുടെ പുറത്ത് കാറിലേക്ക് വരുമ്പോഴും കൊടകിൽ നിന്ന് ക്യാൻസർ പിടിപെട്ട് മാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ശ്വാസത്തിന്റെ തിക്ക് കൊണ്ട് കണ്ണ് വല്ലാത്ത സക്കറാത്തിന്റെ അവസ്ഥയിലെത്തിയ ഒരു രോഗിയെ കണ്ടിട്ടാണ് ഞാൻ പൊയ്യത്ത് വയൽ ഉറൂസിലേക്ക് എന്റെ വാഹനത്തിൽ കയറിയത്. ചെറുപ്പക്കാരുൾപ്പെടെ എനിക്കറിയാം. എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആളുകളുടെ അനുഭവം വെച്ച് ഞാൻ പറയാണ്. അന്നൊരു ചെറുപ്പക്കാരൻ വായിൽ ക്യാൻസറായിട്ട്, നാവിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദുർഗന്ധം വമിക്കുന്നു, വായിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികൾ. അതിനു മുമ്പ് ഒരു ചെറുപ്പക്കാരൻ മലദ്വാരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ. അതിനു മുമ്പ് ഒരു 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് മാസങ്ങൾക്ക് ശേഷം മറുഭാഗത്ത് ക്യാൻസർ വ്യാപകമായിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റൽ ഉൾപ്പെടെ, വെല്ലൂരിലെ തമിഴ്നാട്ടിലെ CMC ഹോസ്പിറ്റൽ ഉൾപ്പെടെ, ബോംബെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ